അമരത്വത്തിനും അമൃതിനും വേണ്ടിയാണ് ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം എന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്നത്. ഇതിൽ കടകോലായ മന്ദരപർവ്വതും അതുപോലെ കയറായി നിൽക്കുന്നത് വാസുകി എന്ന സർപ്പവുമാണ്. പാലാഴി മഥനം നടക്കുന്ന സമയത്ത് വാസുകി എന്ന സർപ്പം അതിയായി കോപപ്പെടുകയും അതിനോട് അനുബന്ധിച്ച് വിഷം ചീറ്റാനും തുടങ്ങി. ഈ വിഷം ഭൂമിയിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും മരണം സുനിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെ മഹാദേവൻ ഈ വിഷത്തെ തന്റെ ശരീരത്തിലേക്ക് ഉൾക്കൊണ്ടു. ഈ വിഷം ശരീരത്തിൽ മുഴുവൻ ബാധിക്കാതിരിക്കാൻ വേണ്ടി പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയാണ്. പാർവതി ദേവി ഖണ്ഡത്തിൽ അമർത്തി പിടിച്ചതുകൊണ്ട് ആ വിഷം ശരീരത്തിന്റെ മുകൾ ഭാഗമായ വായയുടെ അടുത്ത് എത്താറായി. അപ്പോൾ വിഷം പുറത്തെത്താതിരിക്കാൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ വായയിലും അമർത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വിഷം പുറത്തു വരാൻ പറ്റാതെ ഭഗവാൻ മഹാദേവന്റെ ഖണ്ഡത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ മഹാദേവന് നീലകണ്ഠൻ എന്ന പേരും വരുന്നുണ്ട്. ഇതിനുശേഷം ഒരു രാത്രി മുഴുവൻ സർവ്വഭൂതഗണങ്ങളും പാർവതി ദേവി, മഹാവിഷ്ണുവും ബ്രഹ്മദേവനും എല്ലാവരും ദേവന്മാരും അസുരന്മാരും അദ്ദേഹത്തിനെ ആദരിക്കുന്ന ചടങ്ങായി ഉറക്കൊഴിക്കൽ ചടങ്ങ് നടത്തി. ശിവപഞ്ചാക്ഷരി ജപിച്ച് ദേവാദിദേവനായ മഹാദേവനെ ആദരിക്കുന്ന ഈ രാത്രിയാണ് മഹാശിവരാത്രി. അപ്പോൾ എല്ലാവർക്കും ഒരു മഹാശിവരാത്രി ആശംസകൾ നേരുന്നു. ഹര ഹര മഹാദേവ.